ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചും നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. ഇനി നമുക്ക് 19 വാക്യം നോക്കാം. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ദൈവം എനിക്കായി ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ വളരെയധികം ആവശ്യപ്പെടുന്നു. അവൻ എൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചുമിരിക്കുന്നു. ഈ നിരപ്പാക്കലിൻ്റെ സന്ദേശം മറ്റുള്ളവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് സുവിശേഷം വിതരണമാവുന്നത്. എന്നാൽ ദൈവം നിങ്ങൾക്കായി ചെയ്തതിനെക്കുറിച്ച് ആവേശപ്പെടുന്നില്ലെങ്കിൽ അത് മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾ ഉത്സാഹം കാണിക്കുകയില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത്ര ഉത്സാഹം ഉണ്ടായാൽ വായ തുറക്കാതിരിക്കാൻ നിങ്ങൾ വളരെയധികം പാടുപെടും. ഞാനിത് വീണ്ടും പറയുകയാണ്, കാരണം ഓരോ കോൺഫറൻസിലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് പറയാൻ എനിക്കിഷ്ടമാണ്. യേശു മരിച്ചത് നിങ്ങൾക്കൊരു മതമുണ്ടാക്കി തരാനല്ല. നിങ്ങൾക്ക് അവനിലൂടെ ആഴമുള്ള വളരെ അടുത്ത ഒരു ബന്ധമുണ്ടാക്കാൻ വേണ്ടിയാണ് യേശു മരിച്ചത്. പലരും വളരെയധികം തോൽവി അനുഭവിച്ചതായി കരുതുന്നതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ, എല്ലായ്പ്പോഴുമല്ല, ചിലപ്പോൾ ചില മതസ്ഥാപനങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കാനായി ചില ചിട്ടകളും നിയമങ്ങളും നൽകും. ഇത് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അത് ചെയ്യുക, മുടി മുറിക്കുക, മുടി വളർത്ത്, വസ്ത്രങ്ങൾ മാറ്റുക, ഇത് ചെയ്യുക, മേക്കപ്പ് ഇടരുത്, ആഭരണങ്ങൾ ഇടരുത്, അങ്ങനെ 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 നിങ്ങൾ പുറമേയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ തിരക്കിലാവുമ്പോൾ എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കും. അപ്പോൾ കൂടുതൽ കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ എന്താവുമെന്ന് തോന്നും. ഞാൻ യേശുവിൽ ദൈവത്തിൻ്റെ നീതിയാകുന്നു. ഞാൻ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ടിരിക്കുന്നു. ദൈവം എനിക്ക് സഹായനാണ്. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാം വാക്യം, 2 കൊരിന്ത്യർ 5:20. അതിനാൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളാകുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പൗലോസ് റോമക്കാർക്ക് നൽകാനായി ചെന്ന അതേ സന്ദേശമാണ് ഞാനും നിങ്ങളോട് പറയുന്നത്. ക്രിസ്തുവിനോട് നിരന്നുകൊള്ളുവിൻ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ക്രിസ്തുവിനോട് നിങ്ങൾ നിരന്നുകൊള്ളുവിൻ. ബൈബിൾ പറയുന്നത് വിശ്വസിക്കൂ. നിങ്ങളുടെ കടങ്ങൾ വീട്ടിയിരിക്കുന്നതായി വിശ്വസിക്കൂ. ദൈവം നിങ്ങളോട് കോപിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കുറ്റബോധവും ശിക്ഷാവിധിയുമായി കഴിയേണ്ടതില്ല. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ നയിക്കേണ്ടതില്ല. ഞാൻ നിങ്ങളോട് മുഷിപ്പനായ ഒരു ജീവിതം നയിക്കണമെന്നല്ല പറഞ്ഞു തരുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന ജനങ്ങളോടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തങ്ങളാലാവുന്ന ഏറ്റവും ഉത്തമമായത് ദിവസേന ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം മധ്യേ നമ്മൾ തെറ്റ് ചെയ്യും. പൗലോസ് പറയുന്നു, ദൈവത്തോടുള്ള നിരപ്പ് സൗജന്യമായി ലഭിച്ചിട്ടുള്ള നിങ്ങൾ അത് മുറുകെ പിടിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് പറയേണ്ടത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു. അവൻ എന്നോട് ദേഷ്യമില്ല. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എനിക്ക് ദൈവത്തോട് നേരായ നിലനിൽപ്പുണ്ട്. നിങ്ങൾക്കപ്പോൾ ആവേശം തോന്നും. ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. ദൈവം നിങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നറിയുമ്പോൾ നിങ്ങൾ കൂടുതൽ സന്തോഷിക്കും. എനിക്കിഷ്ടപ്പെട്ട വചനങ്ങളിൽ ഒന്നാണിത്. 21 വാക്യം, നമുക്ക് വേണ്ടി പറയൂ, നമുക്ക് വേണ്ടി. പാപം എന്തെന്ന് അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. അതായത് അവൻ്റെ നന്മയാൽ നമുക്ക് അവനുമായി ശരിയായ ബന്ധം അവകാശമായി നൽകിയിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. നമുക്കവനുമായി ശരിയായ ബന്ധം. ഇനി സത്യം ഇതാണ്, നമ്മൾ എല്ലാ കാര്യവും ശരിയായി ചെയ്തിട്ടില്ലായിരിക്കും. എന്നാൽ ദൈവവചനത്തിൻ്റെ സത്യം യാഥാർത്ഥ്യങ്ങളെയും മറികടക്കും.
ലോകം യാഥാർത്ഥ്യങ്ങളിലാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. എനിക്ക് യാഥാർത്ഥ്യങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് സത്യമുണ്ട്. ആമേൻ. അതിനെക്കുറിച്ച് ധാരാളം കുഴപ്പങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. യാഥാർത്ഥ്യങ്ങളാണ്, അവ വാസ്തവമാണ്. അത് ഡോക്ടർ പറയുന്നതായിരിക്കാം, അത് ബോസ് പറയുന്നതായിരിക്കാം, ഭാര്യ ഭർത്താക്കന്മാർ പറയുന്നതായിരിക്കാം. എന്നാൽ നമുക്ക് ദൈവവചനം എന്ന സത്യമുണ്ട്. നിങ്ങൾ ആരാണ് എന്നത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ മോശമായ പെരുമാറ്റം കാരണം നമ്മൾ ചെയ്യുന്നവയെ ദൈവം കൈകാര്യം ചെയ്യുമെങ്കിലും അത് ഞാൻ ആരാണെന്നത് മാറ്റുന്നില്ല. എൻ്റെ കുട്ടികളിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്താലും അവർ മേയേഴ്സ് തന്നെയായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണ്. അവൻ്റെ പൈതലായതുകൊണ്ട് അവൻ നിങ്ങളോടൊത്ത് പ്രവർത്തിക്കും. എങ്ങനെ നടക്കണമെന്ന് അവൻ പഠിപ്പിക്കും. എല്ലാം യേശു ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, നമ്മുടെ പ്രവർത്തനത്തിൻ്റെതല്ല. നാം ആദാമിലൂടെ പാപം ഏറ്റുവാങ്ങി എന്ന് വേദപുസ്തകം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. ഓ അതെ, ആദാം എനിക്കത് കൈമാറി, ഞാനത് സ്വീകരിച്ചു, ഞാനൊരു പാപിയാണ്. ആർക്കും അതൊരു പ്രശ്നമായിട്ടില്ലായിരുന്നു. എന്നാൽ ആ ഒരു വ്യക്തിയിലൂടെ നാം പാപികളായി മാറി എന്ന് ബൈബിൾ പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയിലൂടെ നമുക്ക് നീതി ലഭ്യമാക്കിക്കൂടാ? ആദാമിൽ നിന്ന് പാപം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ യേശുവിൽ നിന്ന് നീതി ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് കഠിനം? റോമർ 5, ഞാൻ ഏതാനും വചനങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. 12-ാം വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയിൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. നമ്മൾ പറയും ആമേൻ, ആമേൻ. ഞാൻ പാപിയായി, ആദാമിൽ നിന്ന് ഞാൻ പാപിയായി. 15-ാം വാക്യം. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. എന്നിട്ട് 17-ാം വാക്യത്തിൽ പറയുന്നു, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഇനി കേൾക്കൂ, രാജാക്കന്മാരെ പോലെ വാഴും. ജീവനിൽ രാജാക്കന്മാരെ പോലെ വാഴും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇഷ്ടമല്ലേ? നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ആദാം നിങ്ങൾക്ക് നൽകിയത് ഏറ്റുവാങ്ങുന്നത് അവസാനിപ്പിക്കണം. എന്നിട്ട് ദിവസം പ്രതി യേശു നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ക്ഷമ ഏറ്റുവാങ്ങണം. അപ്പോൾ രാജാവിനെ പോലെയുള്ള ജീവിതം നയിക്കാം. എപ്പോഴും സാത്താൻ നിങ്ങളെ ചവിട്ടി മെതിക്കാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. കാരണം നിങ്ങൾ പറയും, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഒരുമിച്ചുള്ള അവകാശി. സാത്താനെ, നിന്റെ ജീവിതത്തിലൂടെ അതെനിക്ക് നഷ്ടമാക്കാൻ സാധിക്കില്ല. നിന്റെ ചവറ്റുകൊട്ടയായി എൻ്റെ മനസ്സിനെ നിനക്ക് ഉപയോഗിക്കാനാവില്ല. ഇന്നലെ ഞാൻ ചെയ്ത തെറ്റുകളെയും ഞാൻ എത്ര മോശമായിരുന്നു എന്നും എനിക്കത് എത്ര നഷ്ടമായി, എൻ്റെ പ്രാർത്ഥനാ ജീവിതം ശരിയല്ല എന്നൊന്നും ജോലിക്ക് പോകുമ്പോൾ ഞാൻ ചിന്തിക്കില്ല. ഇല്ല, എൻ്റെ സ്വന്തം ചിന്തകളുമായിട്ടേ ഞാൻ ഓഫീസിലേക്ക് കാർ ഓടിച്ചു പോവുകയുള്ളൂ. എനിക്ക് ദൈവത്തോടൊത്ത് നേരായ നിലയുണ്ടെന്ന് ഞാനിന്ന് ചിന്തിക്കും. ദൈവത്തോടൊത്ത് എനിക്ക് ശരിയായ നിലനിൽപ്പുണ്ട്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്താപപ്പെട്ട് ഏറ്റു പറയൂ, ദൈവമേ ഞാനത് ചെയ്തു, ക്ഷമിക്കണം. അതിനൊരു ഒഴിവ് കഴിവുമില്ല. എന്നോട് ക്ഷമിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. എന്നിട്ട് അതിൽ തുടരാൻ എന്നെ സഹായിക്കണമേ. നിങ്ങൾ വചനം വായിക്കൂ, വചനം കേൾക്കൂ. കാരണം പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയാണ് ദൈവവചനം എന്ന് പറയുന്നത്. എന്നാൽ അതിനെല്ലാം നടുവിൽ യേശുവിൽ നിങ്ങൾ ആരാണ് എന്നറിയുക. ഇനി 2 ശമൂവേൽ 9 വായിക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഗ്രഹിച്ചോ? എല്ലാവരും പറയൂ, ദൈവത്തോടൊത്ത് എനിക്ക് ശരിയായ നിലനിൽപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്, ദൈവത്തോടത്തുള്ള എൻ്റെ നില ശരിയാണ്. ശരി, 2 ശമൂവേൽ 9. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ? കുറേ കാലം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് മനസ്സിലാവും.
എന്നാൽ പലരും തങ്ങൾ ചിന്തിക്കാത്തതായ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പരിശ്രമിക്കുന്നു. ഓക്കെ, ശമൂവേൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ കിട്ടി. 2 ശമൂവേൽ 9. ഇതിനോട് നീതി പുലർത്തണമെങ്കിൽ അധ്യായം മുഴുവനും വായിക്കണം. പക്ഷേ മുഴുവനും വായിക്കാൻ ഞാനിപ്പോൾ സമയം പാഴാക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് 1-ാം വാക്യം വായിക്കാം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അത് തന്നെയാണ് ദൈവവും ഭൂമിയിലേക്ക് നോക്കി ചോദിക്കുന്നത്. യേശുവിന് വേണ്ടി ആരോടെങ്കിലും നല്ലത് ചെയ്യാൻ ഉണ്ടോ? ഇതേ പരിതസ്ഥിതി തന്നെ ദാവീദും യോനാഥാനും രക്ത ഉടമ്പടി എടുത്ത കൂട്ടുകാരായിരുന്നു. പഴയ നിയമത്തിൽ ജനങ്ങൾ രക്തം കൊണ്ട് ഉടമ്പടി എടുത്താൽ അതിൽ അവരുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്താറുണ്ട്. അതായത്, ഞാൻ നിങ്ങളുടെ നല്ല സുഹൃത്താണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ കുട്ടിയെ സഹായിക്കും. മനസ്സിലായോ? അങ്ങനെ യോനാഥാൻ മരിച്ചു, ശൗലും മരിച്ചു, ദാവീദ് രാജാവായി. എന്നാൽ യോനാഥാന്റെ കുടുംബത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണം എന്നവൻ ആഗ്രഹിച്ചു. കാരണം അവൻ യോനാഥാനെ അത്രയും സ്നേഹിച്ചിരുന്നു. അതിനാൽ ആരെങ്കിലും അനുഗ്രഹിക്കാനാവുമോ എന്നവൻ അന്വേഷിച്ചു. ദൈവവും ആരെങ്കിലും അനുഗ്രഹിക്കാനായി അന്വേഷിക്കുകയാണ്. നിങ്ങൾക്കത് വിശ്വാസമില്ലെങ്കിൽ യെശയ്യാവ് 30:18 നോക്കാം. ഇപ്പോഴല്ല, പിന്നീട് ഇത് വായിച്ച് നോക്കാവുന്നതാണ്. അതിൽ പറയുന്നു, ദൈവം തൻ്റെ കൃപയും കരുണയും കാണിക്കാൻ തൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി കാത്തിരിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അവരെ സഹായിക്കാനായി അവൻ്റെ കൃപയും കരുണയും അവരിൽ ചൊരിയാനായി അവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവം പറയുന്നത് ഇതാണ്, യേശുവിന് വേണ്ടി ഞാൻ ആരെയാണ് സഹായിക്കേണ്ടത്? ഇങ്ങനെ പറയാനുള്ള സാമർത്ഥ്യം നിങ്ങൾക്കുണ്ടോ? എന്നെ 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 എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, അതിന് വേണ്ടത്ര ധൈര്യമുള്ളവർ വളരെ ചുരുക്കമേ ഉള്ളൂ. കാരണം നമ്മൾ സ്വന്തം വിഴുപ്പുകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മേശയ്ക്കടിയിലെ അപ്പക്കഷ്ണങ്ങൾ തേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, എങ്ങനെയെങ്കിലും അങ്ങനെ അനുഗ്രഹിക്കണമേ എന്ന് പറയാനാവില്ലല്ലോ. ശരി, നിങ്ങൾക്കാവില്ലെങ്കിൽ മറ്റാരെങ്കിലും അങ്ങനെ ആവശ്യപ്പെടും, അത് അവർക്ക് ലഭിക്കുകയും ചെയ്യും. അത് ഞാനുമായിരിക്കാം. ഒടുവിൽ യോനാഥാന് മെഫിബോശേത്ത് എന്നൊരു മകനുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. എൻ്റെ പേര് അതല്ലാത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. സത്യത്തിൽ മെഫിബോശേത്തിൻ്റെ 2 കാലും മുടന്തനായിരുന്നു. ശൗലും യോനാഥാനും മരിച്ച് ദാവീദ് രാജാവാകാൻ പുറപ്പെടുമ്പോഴായിരുന്നു ഈ വാർത്ത അവൻ്റെ കൊട്ടാരത്തിൽ എത്തിയത്. ദാവീദിനെ താനും കുടുംബവും ഭയപ്പെടുന്നതായി ശൗൽ ജനങ്ങളോട് നുണ പറഞ്ഞിരുന്നു. അതുകൊണ്ടൊരു ഭൃത്യൻ മെഫിബോശേത്തിനെയും കൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞ് താഴെ വീണു, കാല് രണ്ടും മുടന്തായി. അവൻ ലോദേബാർ എന്നൊരു ചെറിയ പട്ടണത്തിലായിരുന്നു ജീവിച്ചത്. ലോദേബാർ അത് അത്ര ഒരു നല്ല സ്ഥലമല്ലായിരുന്നു. പേരും കേൾക്കാൻ കൊള്ളില്ല, സ്ഥലവും കൊള്ളില്ല. കാരണം നമുക്ക് നമ്മെക്കുറിച്ച് തെറ്റായ തോന്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഒരു താഴ്ന്ന ജീവിതം നയിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അതിന് കാരണം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്നത് സ്വന്തം തോന്നലാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതിന് നിങ്ങൾക്ക് സംഭവിക്കുന്നു. ആമേൻ. 6-ാം വാക്യം. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫിബോശേത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫിബോശേത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്നവൻ ഉത്തരം പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ, അതായത് അപ്പൂപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. ഇനി 8-ാം വാക്യം. അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? രക്തത്താൽ ചെയ്ത ഉടമ്പടി പ്രകാരം രാജാവിൻ്റെ ഒരു കുടുംബാംഗം ലോദേബാറിൽ പോയി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ രാജാവിൻ്റെ തീന്മേശയിൽ ഇരിക്കാനും
നിലം സ്വന്തമാക്കാനും എല്ലാ സൗകര്യങ്ങളും ഭൃത്യന്മാരെയും എല്ലാം രാജാവ് അവന് നൽകുമായിരുന്നു. അവൻ കൊട്ടാരത്തിന്റെ വാതിൽ മുട്ടിയാൽ മാത്രം മതി. എന്തുകൊണ്ടാണ് അവൻ പോകാതിരുന്നത്? കാരണം താൻ മുടന്തനാണ് എന്നവന് തന്നെ നന്നായിട്ട് അറിയാമായിരുന്നു. ഞാനിതിനെ കുറവുകളും കഴിവില്ലായ്മയും കൊണ്ട് തെറ്റ് ചെയ്യുന്നവരോട് താരതമ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അവർ ഇങ്ങനെ പറയും, ഞാനിത് മുഴുവൻ വായിക്കാൻ പോകുന്നില്ല, പക്ഷേ 13-ാം വാക്യം വായിക്കാം. ഇങ്ങനെ മെഫിബോശേത്ത് യെരുശലേമിൽ തന്നെ വസിച്ചു, രാജാവിൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന് കാല് രണ്ടും മുടന്തായിരുന്നു. എന്താണിതിൻ്റെ അർത്ഥം? എനിക്ക് ഏതാനും കുറവുകളുണ്ടെങ്കിലും, എൻ്റെ വ്യക്തിത്വത്തിൽ കുറവുകളുണ്ടെങ്കിലും, ചിലപ്പോഴെല്ലാം എൻ്റെ വായ കാരണം പല പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ടാലും, എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് കോപം അടക്കാൻ കഴിയാതെ പോയാലും, ഞാൻ പാലിക്കേണ്ട ക്ഷമയും കാണിക്കേണ്ട സ്നേഹവും തടസ്സപ്പെട്ടാലും ശരി, ഒരല്പം സ്വാർത്ഥത എനിക്കുണ്ടായാലും രാജാവിൻ്റെ മേശയിങ്കൽ എനിക്ക് ഭക്ഷണം കഴിക്കാം. എന്നോട് ക്ഷമിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് രാജാവിൻ്റെ മേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധിക്കും. ഞാൻ ജീവിതകാലം മുഴുവൻ രാജാവിനെ പോലെ വാഴും. കാരണം എൻ്റെ ഹൃദയം ദൈവത്തിന് അറിയാം, എൻ്റെ ആത്മാർത്ഥതയും. ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അറിയാം. ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ പറയൂ, എനിക്ക് ദൈവത്തോടൊത്ത് നേരായി നിൽക്കാനാവും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു ലക്ഷ്യത്തോടെ ചിന്തിക്കാനുള്ള വഴിയെക്കുറിച്ചാണ്. എല്ലാവരും പറയൂ, ഉദ്ദേശത്തോടെ ചിന്തിക്കൂ. ഞാൻ ഭയത്തിന് തലകുനിയില്ല. ഞാൻ ഭയത്തിന് തലകുനിയില്ല. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഭയം ഒരിക്കലും മുഴുവനായി നമ്മെ വിട്ടു പോവുകയില്ല. ദൈവം ഭയത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിട്ടില്ലെന്ന് ബൈബിൾ പറയുമ്പോൾ ഒരിക്കലും ഭയം തോന്നുകയില്ല എന്നതിനർത്ഥമില്ല. വാസ്തവത്തിൽ ദൈവം ബൈബിളിൽ പലരോടും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഭയം നിങ്ങൾക്ക് വരും എന്നാണ് ദൈവം അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. യോശുവയോട് മോശയുടെ സ്ഥാനം ഏറ്റെടുത്ത് ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തേക്ക് നടത്താൻ ദൈവം ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞതിതാണ്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കൂ, ശക്തരായിരിക്കൂ, വചനത്തിൽ നടക്കൂ, നിയമപുസ്തകം നിന്റെ വായിൽ നിന്ന് ഒരിക്കലും മാറാൻ അനുവദിക്കരുത്, രാവും പകലും അതിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല, ധൈര്യത്തോടെ ഇരിക്കുക. ഇവിടെ ദൈവം അവനോട് പറഞ്ഞത് ഇതായിരുന്നു, നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, നിനക്ക് എന്ത് തന്നെ തോന്നിയാലും സാരമില്ല, നിന്നോട് ഞാൻ ചെയ്യാൻ പറഞ്ഞ അറിയാമല്ലോ, അതിനാൽ നീ ഒരു കാലടിക്ക് മുൻപ് മറ്റൊരു കാലടി വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഭയം എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നിൽ നിന്ന് ഓടിപ്പോവുക എന്നതാണ്. ഭയം എന്ന വാക്കിന് കുടഞ്ഞു കളയുക, തൊണ്ട വരളുക, മുട്ടുവിറയ്ക്കുക എന്നർത്ഥമില്ല. ഭയം എന്നത് ഒരു തോന്നലല്ല, ഭയം എന്നതൊരു പൈശാചിക ആത്മാവാണ്. അത് ഒരു തോന്നൽ ഉണ്ടാക്കുന്നു. ഞാൻ ഭയത്തിന് തല കുനിക്കില്ലെന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ഭയം കൊണ്ട് ചുരുങ്ങിപ്പോകില്ല. ഭയം നമ്മെ ചുരുങ്ങിപ്പോകാൻ ഇടയാക്കുന്നു. വിശ്വാസത്തിന് പകരം അത് നമ്മെ ചുരുക്കുന്നു, അത് നമുക്ക് അല്പം വിശ്വാസം ഉണ്ടാക്കുന്നു. അപ്പോൾ കുറെ കാലം കുഴപ്പത്തിലായി വിശ്വാസം നഷ്ടമാവും. ഭയം കൊണ്ട് ചുരുങ്ങാൻ പാടില്ല. ദൈവം നിങ്ങളോട് എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന തോന്നലോടെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ശരിയാവുന്നില്ല എന്ന തോതിൽ എന്തെങ്കിലും സംഭവിക്കും. ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് ചെയ്താൽ ഏതാനും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നഷ്ടമായേക്കാം, നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേറ്റേക്കാം, മാന്യത നഷ്ടമായെന്നിരിക്കും, അങ്ങനെ എന്തെങ്കിലും. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയം തോന്നുമ്പോൾ ആദ്യത്തെ പ്രചോദനം ഉണ്ടാവുക ചുരുങ്ങിക്കളയാം എന്നായിരിക്കും. ആദ്യം നിങ്ങൾക്ക് തോന്നും ചുരുങ്ങിക്കളയാം, പിന്മാറി. അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുമ്പോൾ ദൈവം അർത്ഥമാക്കുന്നത് ഇതാണ്, നിങ്ങൾക്ക് എന്തു തന്നെ തോന്നിയാലും ഓരോ കാലടിയായി മുന്നിലേക്ക് എടുത്തു വെച്ച് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നത് ചെയ്യുക. അങ്ങനെയേ നിങ്ങൾക്ക് ഭയത്തെ തോൽപ്പിക്കാൻ കഴിയൂ. ക്രിസ്ത്യാനികൾക്ക് ഭയത്തോടുണ്ടാവേണ്ട ഒരേ ഒരു മനോഭാവം എന്താണെന്നറിയാമോ? ഞാൻ ഭയപ്പെടുകയില്ല എന്നുള്ളതാണ്. ഞാൻ ഭയപ്പെടുകയില്ല. അതിനാൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ധ്യാനിച്ച് വീണ്ടും വീണ്ടും അത് മനസ്സിൽ ഉരുട്ടിക്കൊണ്ടിരിക്കണമെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം മനസ്സിനെ നേരത്തെ കൂട്ടി നിലനിർത്തിയാൽ ഭയത്തിൻ്റെ മുന്നിൽ നിങ്ങൾ തലകുനിക്കുകയില്ല. ഇത് നിങ്ങളെ ഭയം വരുമ്പോൾ അതിനെ ഭയപ്പെടാതിരിക്കാൻ സഹായിക്കും. പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് ഇനി ഭയം വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടില്ലെന്നർത്ഥമില്ല. പക്ഷേ നിങ്ങൾ മനസ്സ് ദൃഢപ്പെടുത്തിയാൽ, മനസ്സ് പുതുപ്പിക്കുകയാണെങ്കിൽ, ഭയം വരുന്ന സമയത്ത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചതെന്നും ധ്യാനിച്ചതെന്നും ഓർമ്മ വരും.
നിങ്ങൾ ഭയം വരുമ്പോൾ അതിൻ്റെ മുന്നിൽ തല കുനിക്കില്ലെന്ന് മനസ്സ് ദൃഢപ്പെടുത്തുകയായിരുന്നു. ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കും. ദൈവം നിങ്ങൾക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ധാരാളം ജനങ്ങൾ അതിനടിമയാവാറുണ്ട്. ഭയം കാരണം വിധികൾ പലതും നശിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഭയവും, വേദനയുടെ ഭയം, അസ്വസ്ഥതയുടെ ഭയം, ത്യാഗത്തിൻ്റെ ഭയം, അത് കഠിനമായിരിക്കുമോ എന്ന ഭയം, നിങ്ങൾ തനിച്ച് ചെയ്യേണ്ടി വരുമോ എന്ന ഭയം, നിങ്ങളുടെ ബഹുമതി നഷ്ടമാവുമോ എന്ന ഭയം, സുഹൃത്തുക്കളെ നഷ്ടമാവുമോ എന്ന ഭയം, ആരും നിങ്ങളെ ഇഷ്ടപ്പെടില്ല, ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, ദൈവത്തെ നഷ്ടമായോ എന്ന ഭയം, അത് ദൈവമായിരുന്നില്ലെങ്കിൽ എന്താവും? ഭയം, ഭയം, ഭയം. നമ്മൾ സാത്താനിൽ നിന്ന് ഭയത്തിലൂടെ സ്വീകരിക്കുന്നു, ദൈവത്തിൽ നിന്ന് നമ്മൾ വിശ്വാസത്തിലൂടെ സ്വീകരിക്കുന്നു. എല്ലാ ഭയവും വിശ്വാസത്തിൻ്റെ പരീക്ഷയാകുന്നു. അത് സാത്താൻ്റെ വിശ്വാസ മാതൃകയാണ്. സാത്താൻ പറയും, ഞാൻ നിങ്ങളോട് പറയുന്നത് വിശ്വസിക്കൂ, അതുകൊണ്ട് പ്രയോജനമുണ്ടാവില്ല, നിങ്ങളുടെ പ്രാർത്ഥന ഒന്നിനും കൊള്ളില്ല, നിങ്ങൾക്ക് ദൈവത്തോടൊത്ത് ശരിയായ നിലപാടില്ല. ഭയം എപ്പോഴും നാം ആരല്ലെന്ന്, നമുക്ക് എന്തില്ലെന്ന്, നമുക്കൊരിക്കലും എന്ത് കിട്ടില്ലെന്നും പറയുന്നു. റോമർ 8:15 പറയുന്നു, ഒരിക്കൽ കൂടി ഭയത്തിൻ്റെ ബന്ധനത്തിലേക്ക് കൊണ്ടുവരാനല്ല നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്നത്, പകരം നമുക്ക് ദൈവാത്മാവ് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കാനാണ്. എന്നിട്ട് ധൈര്യവാന്മാരാവുക. ധൈര്യം, ധൈര്യം, ദൃഢത, ധൈര്യം, ദൃഢത, ധൈര്യവും ദൃഢതയും സാഹസികത. ജീവകാലം മുഴുവനും ലോകം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ചെറിയ പെട്ടിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതില്ല. ആ പെട്ടി തകരുന്നതുവരെ നിങ്ങളത് കുലുക്കണം. എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾ പുറത്തു കിടക്കണം. ആമേൻ. മുടന്തനായ ഒരു ചെറിയ കുട്ടിയുടെ കഥ ഞാൻ കേട്ടു. ഇത് ശരിക്കും നടന്ന ഒരു സംഭവമാണ്. ഇതുപോലെയുള്ള രോഗങ്ങൾക്ക് വൈദ്യസഹായം ലഭിക്കാത്ത കാലഘട്ടത്തിലായിരുന്നു ഇത് നടന്നത്. അവന് വേണ്ടി ആർക്കും വേണ്ടതൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയി. ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. ആ സമയത്ത് അപ്പോൾ അവൻ്റെ അമ്മ ഒരു ഓറഞ്ച് പെട്ടി കൊണ്ടുവന്ന് അവനൊരു ചെറിയ കൂടുണ്ടാക്കി. അവൾ അതിലൊരു കയർ കെട്ടി മറ്റേ അറ്റം തൻ്റെ ഇടുപ്പിൽ കെട്ടി അവൾ പോകുന്നിടത്തേക്കെല്ലാം വലിച്ചുകൊണ്ട് പോകും. അവൾ എവിടെ പോയാലും അവനെ നന്നായി കാണാമായിരുന്നു. അവൾ തൻ്റെ വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. എപ്പോഴും അവനെ അവൾ കൂടെ തന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവൻ്റെ കൂട് അവൻ എപ്പോഴും ആട്ടും. എന്നാൽ അത് അവൾക്ക് തുടരാൻ പ്രയാസമായി. കാരണം ഈ പെട്ടി അവൾ പോകുന്നിടത്തെല്ലാം വലിച്ചുകൊണ്ട് പോകേണ്ടതായി വന്നു. എന്നാലും അവൻ കൂടാട്ടിക്കൊണ്ടേയിരുന്നു. അവൾ കൂടാട്ടരുതെന്ന് പറയും, അവൻ കൂടാട്ടും. അവൾ അവനോട് ആട്ടരുതെന്ന് പറയും, അവൻ കൂടാട്ടും. ചിലപ്പോൾ അവൻ കൂട് ശക്തിയായി ആട്ടി അത് കരണം മറിഞ്ഞ് അവൻ താഴെ വീഴും. അവൾ അവനെ വീണ്ടും അതിനകത്താക്കും. ഈ ലോകവും അതുപോലെ തന്നെയല്ലേ. നിങ്ങൾ എന്തെങ്കിലും കൂട്ടിൽ നിന്ന് പുറത്ത് വീണാൽ ജനം നിങ്ങളെ വീണ്ടും അതിലാക്കും. കഥ ഞാൻ ചുരുക്കി പറയാം, കാരണം ഈ കഥയെക്കുറിച്ച് വിശദമായി അറിയാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ പ്രാവശ്യമേ ഞാൻ കേട്ടിട്ടുള്ളൂ. എന്നാൽ ആ കുട്ടി കൂടാട്ടിക്കൊണ്ടിരുന്നു. വീണ്ടും 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 കൂടാട്ടി ഒടുവിൽ അവൻ കൂട്ടിൽ നിന്ന് പുറത്തു വന്നു. അവൻ നടക്കാൻ പഠിച്ചു. എന്നിട്ട് അതിമഹത്തായ ഒരു ജീവിതം നയിക്കാൻ ആരംഭിച്ചു. അതിനെല്ലാം കാരണം അവൻ ആ കൂടാട്ടുന്നത് നിർത്താതിരുന്നതാണ്. നിങ്ങളിൽ ചിലർ ഒരു തീരുമാനമെടുക്കേണ്ടതാണ്. നിങ്ങളും നിങ്ങളുടെ കൂട് ആട്ടിക്കൊണ്ടേയിരിക്കുമെന്ന്, അതിൽ നിന്ന് താഴെ വീഴുന്നത് വരെ. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? എങ്ങനെ നിങ്ങൾ ഇരിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഓടണം എന്നതിനെക്കുറിച്ചെല്ലാം പഠിക്കണം. ദൈവം നിങ്ങൾക്കായി കരുതിയതെല്ലാം നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മാത്രമാണ് എല്ലാം നേരായി ചെയ്യുന്നത് എന്നറിഞ്ഞാലും നിങ്ങളത് ചെയ്യണം. കാരണം നമ്മുടെ ഏറ്റവും വലിയ ഭയം ജനങ്ങളാണ്. ജനങ്ങൾ 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 ജനങ്ങൾ. അവർ പറയും, അവർ കരുതും, അവർ ആരാണെന്ന് നമുക്കറിയില്ല. എന്നിട്ട് നമ്മുടെ ജീവിതം നയിക്കാൻ ഈ അവരെ അനുവദിക്കും. ഈ അവർ ആരാണെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നീ ധരിക്കാൻ പാടില്ല എന്ന് അവരെന്നോട് പറഞ്ഞു. അതെയോ, ശരിയാണോ? അവരങ്ങനെ നിന്നോട് പറഞ്ഞോ? ഓ അതെ, അവരെന്നോട് തുറന്നു പറഞ്ഞു. അവർ പറഞ്ഞു, അവൾ പറഞ്ഞു. ഒരു ദിവസം എനിക്ക് തോന്നി, ആരാണ് അവർ? അവരെൻ്റെ ജീവിതം നയിക്കുന്നു, എന്നാൽ അവരാരാണെന്ന് എനിക്കറിയില്ല. ആമേൻ.
അടുത്ത പ്രാവശ്യം ആരെങ്കിലും നിങ്ങളോട് അവർ എന്ന് പറഞ്ഞാൽ ചോദിക്കൂ, ആരാണ് ഈ അവർ? അവരുടെ പേരെന്താണ്? ചിന്തയുടെ പുതിയ രീതി. എനിക്ക് ദൈവവുമായി നല്ല നിലപാടുണ്ട്. ഞാൻ ഭയത്തിന്റെ മുന്നിൽ തലകുനിക്കില്ല. മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പോകുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നാൽ നമ്മൾ ഒരു കാര്യം ആദ്യം ചിന്തിക്കും, എന്നിട്ട് അത് പ്രകാരം പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു ഉദ്ദേശത്തോടെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതെല്ലാം ചിന്തിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു. നിങ്ങളുടേതായ ചിന്തകൾ ഒരു ഉദ്ദേശത്തോടെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഗതി മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ തലച്ചോറിലേക്ക് കടന്നു വരുന്നതെല്ലാം ചിന്തിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയും. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.